നനച്ചുളിപ്പണി പറയാൻ എന്തെളുപ്പാലേ, പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ റിസ്ക് മനസ്സിലാവുക. എല്ലാ വർഷവും ഞാൻ ഒറ്റക്കാണ് കേട്ടോ ചെയ്യൽ. ഇപ്രാവശ്യം ഞാൻ ആദ്യം തന്നെ ഇക്കാനോട് പറഞ്ഞു എന്നെ കൊണ്ട് ഒറ്റക്ക് സാധിക്കൂല, അതുകൊണ്ട് ഇക്ക് ഹെൽപ്പ് ചെയ്യാൻ കൂടിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 9 മണിക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഋഷുവിനും ഇക്കാക്കും ലീവാണ്. അപ്പോൾ ഋഷുവും സഹായിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ. അടിച്ചു വാരിയിട്ടതൊക്കെ പുറത്ത് കൊണ്ടുപോയിടുന്നുണ്ട്. അതുപോലെ നല്ല ദാഹമുണ്ട്. ഋഷു കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ ഓൻ അതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ഓൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എന്താണെങ്കിലും ഇപ്പോൾ ഒരു ഉപകാരമായി. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നെന്ന് 8 ദിവസമൊക്കെ വേണ്ടി വരും കേട്ടോ നനച്ചുള്ളിപ്പണി തീർക്കാൻ. ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ ആകെ മടുക്കും കേട്ടോ. പിറ്റേന്ന് എണീക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നനച്ചുള്ളിപ്പണി എടുക്കണമല്ലോ എന്നുള്ള ചിന്തയാവും. എന്താണെങ്കിലും ഋഷുവിൻ്റെ നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ ഒന്ന് റീഫ്രഷ് ആയിട്ട് ഒരു എനർജിയൊക്കെ കിട്ടി. പിന്നെ വീടൊക്കെ കൂടിയിരുന്ന ഉടനെ ഉണ്ടല്ലോ ഞാൻ 2-3 ദിവസം കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ തീർത്തിരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ പിന്നെ ഒരാഴ്ച റെസ്റ്റ് എടുക്കണം കേട്ടോ. നല്ല പെയിനാവും കയ്യും കാലും ഒക്കെ. ഋഷുവിന് ഇന്ന് നല്ല അർമാദ കേട്ടോ. അവൻ ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ കയ്യും കാലും ഒക്കെ വേദന തുടങ്ങിയിട്ടോ. പിന്നെ ഋഷുവിനുണ്ടല്ലോ അയൽവാസികൾ വിളിച്ചിട്ട് കുറച്ച് പേരക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അൽഫാമും മന്തിയൊക്കെ ഓർഡർ ചെയ്യാണ് ചെയ്തത്. ലഞ്ച് ഉണ്ടാക്കലും നനച്ചുള്ളിപ്പണിയൊക്കെ പാടൊപ്പം നടക്കുന്ന കാര്യമല്ലല്ലോ അല്ലേ. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പണി തുടർന്നു കേട്ടോ. ഒരു 3:30 മണിയായപ്പോഴാണ് നിർത്തിയത്. പക്ഷെ പിന്നെ അടിച്ചു വാരി തുടച്ച് എല്ലാ സാധനങ്ങളും അതാത് സ്ഥാനത്ത് വെച്ചപ്പോഴേക്കും 4 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും തീർന്നിട്ടില്ല. ഇനി കിച്ചണും വർക്ക് ഏരിയ ഒക്കെ ഉണ്ട്. അത് ഇനി അടുത്ത ആഴ്ച ചെയ്യാമെന്ന് വിചാരിച്ചു.